പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയോ? ഡീറ്റെയിൽ റിപ്പോർട്ട് കിട്ടിയിട്ടില്ല സർ. ഷി വാസ് ബ്രൂട്ടലി റേപ്ഡ്. അതിന്റെ മാർക്സ് ബോഡിയിലുണ്ടെന്ന് ഡോക്ടർ എന്നോട് പറഞ്ഞു. അത് ശരി. പഞ്ചായത്ത് നടത്തിയോ? എന്താ ജനസംസാരം? ഭൂരിപക്ഷം പേർക്കും കോവിലകത്തുള്ളവരെ കുറിച്ച്, പ്രത്യേകിച്ച് ഉണ്ണിത്തമ്പുരാനെ കുറിച്ച് നല്ല അഭിപ്രായ. ചുരുക്കം ചിലർക്ക് മറിച്ചുകൊണ്ട് കോവിലകത്തെ കുളത്തിൽ നിന്ന് ബോഡി കിട്ടിയത് കൊണ്ട് മാത്രം തമ്പുരാനെ. മറിച്ചുള്ള അഭിപ്രായം എന്താ? അതിലൊന്നും വലിയ കാര്യമില്ല സാർ. 30-35 വയസ്സ് കഴിഞ്ഞിട്ടും തമ്പുരാൻ കല്യാണം കഴിച്ചിട്ടില്ല, പെണ്ണുങ്ങളോട് കൊഞ്ചു സംസാരിക്കും എന്നൊക്കെ പറഞ്ഞ തെളിവാണ് സാർ. ഹലോ. ഓ ദൈവമേ, ഒരു ചാൻസ്, ഒരൊറ്റ ചാൻസ്. മനസ്സോർന്ന് 4 വാക്ക് തെണ്ടിയോട് പറയണം. അത് കഴിഞ്ഞ് എന്നെ ഈ യൂണിഫോമിൽ നിന്നല്ല, ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഒഴിവാക്കിയോ. എനിക്കറിയാം. ഓക്കെ. എന്നിട്ട് എതിരഭിപ്രായമുള്ളവരുടെ സ്വരത്തിൽ അല്പം വർഗീയതയാണുള്ളത്. അത് ശരി. മിസ്റ്റർ രാജന് ഈ ഉണ്ണിത്തമ്പ്രാനെ മുമ്പേ അറിയാവോ? അറിയാം സർ. അറിയാന്ന് വെച്ചാൽ? നന്നായിട്ട് അറിയാം. എന്താ സർ? ഒന്നുമില്ല, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. അപ്പോ മിസ്റ്റർ വിൽസൺ വിൽ ടേക്ക് ഓവർ ദി കേസ്. രായൻ അസിസ്റ്റ് ചെയ്താൽ മതി സർ. പിന്നെ മറ്റൊന്നും കൊണ്ടല്ല, നിഷ്പക്ഷനായ ഒരാൾ അന്വേഷിക്കുന്നതാണ് നല്ലത്, പ്രത്യേകിച്ച് ജനങ്ങൾക്കിടയിലെ ഒരു ഭിന്നാഭിപ്രായമുള്ളപ്പോ. സർ. യെസ്, യു മേ ഗോ. ഓക്കെ. ഈ കേസിന്റെ പേരിൽ ജനം പൗരസമിതി രൂപീകരിച്ചതായി പത്രവാർത്തയുണ്ട്. ഞാനും വായിച്ചടോ. പൗരസമിതി പലർക്കും ഒരു വയറ്റുപാടാണ് സാർ. ചേറ്റകള് നാളെ പോലെ ഇറങ്ങും പാത്രമായിട്ട് തെണ്ടാൻ. പോലീസ് സൂപ്രണ്ട് സുഗതകുമാരനെ അന്വേഷണത്തിൽ നിന്ന് മാറ്റി നിർത്തുക. പോലീസ് സൂപ്രണ്ട് സുഗതകുമാരനെ അന്വേഷണത്തിൽ നിന്ന് മാറ്റി നിർത്തുക. പൗരസമിതി സിന്ദാബാദ്. കോവിലകം കൊലക്കേസ് പ്രതികളെ ഉടനെ അറസ്റ്റ് ചെയ്ത പേപ്പർ ഉയർത്തി മുദ്രാവാക്യം വിളിക്കുന്നത് പൗരസമിതി നേതാവ് ബാഹുലേയൻ, ടൂറിസ്റ്റ് ടാക്സി ഡ്രൈവർ. ആ ഇരിക്കുന്ന സ്ത്രീയാ മരിച്ച സീതയുടെ അമ്മ. അവന്മാർക്ക് എന്താ ആവശ്യം എന്ന് വെച്ചാല് അങ്ങ് കൊടുത്തേരെ. സർ. സാബു. ഇന്നും ഉണ്ടായിരുന്നു സമരക്കാർ. എന്നെ അറസ്റ്റ് ചെയ്യുമെന്ന് മുഖത്ത് നോക്കി പറഞ്ഞു അമ്മാവ. എനിക്കൊരു സമാധാനവും ഇല്ല. എന്തു പറഞ്ഞാലും മനസ്സിലായാലും ഈ കഷ്ടട്ടൻ തുണ്ണി SP വലുതാണോ ഈ പൗരസമിതിക്കാര്? ഒരു തെളിവും തനിക്കെതിരായിട്ടില്ല. എത്ര പറഞ്ഞാലും മനസ്സിലാവണല്ലോ ദൈവമേ. ഉണ്ണി സമാധാനമായിട്ടിരിക്കുക. ഇവരെ കൊണ്ട് ശല്യാണെന്ന് പറഞ്ഞ് നാളെ തന്നെ കോർട്ടിലൊരു പെറ്റീഷൻ ഉപയോഗിക്കാം. എന്താ പോരെ? അമ്മാവനൊന്ന് ഇവിടം വരെ വരുമോ? നാളെ രാവിലെ വരാം. വയ്ക്കട്ടെ. തമ്പുരാനും സ്റ്റേഷൻ വരെ വരണം. SP എന്തോ സംസാരിക്കാനുണ്ടെന്ന്. ഉടനെ തിരിച്ചു വരാം. ഏറിയാൽ ഒരു 5 മിനിറ്റ്. സാറ് പോയിക്കോ, ഞാൻ പുറകെ വരാം. പേടിക്കണ്ട, ഞാനല്ലേ പറയുന്നത്. ഉടനെ തിരിച്ചുകൊണ്ടാക്കാം. എന്നാ ഞാൻ ഈ വേഷമൊക്കെ മാറ്റിയല്ലേ. ആര് കാണാനാ? ഇതൊക്കെ മതി. പോവാം. ഇന്ദുവും കൂടെ വാ സാർ. ഇന്ദുവും കൂടെ വരട്ടെ. എന്തിനാ രാത്രിയിൽ സ്ത്രീകളെ ബുദ്ധിമുട്ടിക്കുന്നത്? തമ്പുരാൻ വാ. എനിക്ക് പേടിയാവുന്നു സാർ. പേടിക്കണ്ട. അയ്യോ അയ്യോ. എന്നോടെന്തോ ചോദിക്കാനുണ്ടെന്ന് ഈ സാറ് പറഞ്ഞു. തമ്പുരാനെ, ആ ഷർട്ടും മുണ്ടും ഒന്ന് അഴിച്ചു വെച്ചേ. ഷർട്ടും മുണ്ടും എന്തിനാ? എനിക്ക് തിരിച്ചു പോകണം. അത് പിന്നെ തമ്പുരാനെ, ഈ സെൻട്രൽ ജയിലിലെ യൂണിഫോം ഉണ്ട്. സബ് ജയിലിൽ സ്വന്തം വസ്ത്രം ഉപയോഗിക്കാം. പക്ഷെ ലോക്കപ്പിലെ അടിവസ്ത്രം മാത്രമേ പാടുള്ളൂ. അതുകൊണ്ട് അഴിക്കേ. എന്നെ ഉടനെ വിട്ടേക്കാമെന്നാണല്ലോ പറഞ്ഞത്. ഓഹോ. ഇതെന്താ രാജ ഇവൻ എന്നോട് പറഞ്ഞത്? അഴിയടാ,
അയ്യോ അഴിയണ അങ്ങോട്ട് അഴികേ. ഇതെന്താ തമ്പുരാനെ ഇത്? അയ്യോ ഇത് പൊട്ടിക്കരുത് പാവ. ഓഹോ അല്ല തമ്പുരാനെ, തമ്പുരാന് ശല്യം കിടക്കുമ്പോ സൽബുദ്ധി തോന്നി ഇതേലെങ്ങാനും തൂങ്ങിയാൽ ഞങ്ങൾ തൂങ്ങും. അതുകൊണ്ട് തമ്പുരാന് പോകാൻ ഭാഗ്യം സിദ്ധിച്ചാൽ ഇതങ്ങോട്ട് തിരിച്ചു തരാം. ഇരിക്കട്ടെ. അപ്പൊ പറ തമ്പുരാനെ, എന്താ തമ്പുരാനെ സംഭവിച്ചേ? സത്യമായിട്ട് എനിക്കൊന്നും അറിയില്ല. അയ്യോ അയ്യോ സാബു. യെസ് സർ. വാടായിക്കോട്ടെ. എന്നെ ഒന്നും ചെയ്യല്ലേ സാർ, എന്നെ ഒന്നും ചെയ്യല്ലേ. ഞാൻ ഒരു പറയില്ല അയ്യോ 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 പറയില്ലല്ലോ. ഒന്നും ചെയ്യല്ലേ സാർ. അയ്യോ ഇങ്ങനൊരു കൊലച്ചതി വേണ്ടായിരുന്നു. ഇന്നലെ രാവിലെ കണ്ടപ്പോ നിങ്ങൾ എന്താ എന്നോട് പറഞ്ഞു? എന്തു പറയണം? അറസ്റ്റ് ചെയ്യും എന്ന് പറയണോ? അങ്ങനെ പറയുകയാണെങ്കിൽ പ്രതിയുടെ പൊടി പോലും കിട്ടുവോടോ വക്കീലേ? ഞങ്ങളൊരു സെറ്റപ്പ് ഒക്കെ അറിയാമല്ലോ. താൻ ഏത് ഗോത്താഴത്തെ വക്കീലാടോ? എന്റെ ഉണ്ണി എന്ത് കുറ്റം ചെയ്തു? എവിടെ ചാർജ് ഷീറ്റ്? ചാർജ് ഷീറ്റോ? അതിന് ട്രൂ കോപ്പി നാളെ കോടതിയിൽ എത്തുമല്ലോ. അപ്പൊ കണ്ടാ മതി. ഒന്ന് പറയെങ്കിലും ചെയ്തൂടെ? എന്തു പറയാൻ? തന്റെ മരുമോൻ തമ്പുരാന് വീട്ടുവേലക്കാരുടെ കാമം തോന്നി. അത് സാധിക്കുന്ന ബെത്തപ്പാടിൽ അവൾ ചത്തു. ആരും അറിയാതെ ശവം കുളത്തിൽ കൊണ്ടുപോയിട്ടു. അത്ര തന്നെ. മഹാപാപം പറയരുത്. മരിച്ച പെൺകുട്ടി അവന്റെ സഹോദരി അവൻ രണ്ടായിട്ട് കണ്ടിട്ടില്ല. ഒരു എറുമ്പിനെ പോലും നോവിക്കാൻ കഴിയില്ല എന്റെ ഉണ്ണിക്ക്. ആ അവനെ കുറിച്ചാ നിങ്ങൾ ഇവിടെ കിടന്ന് ബഹളം വെച്ചാണ്ടല്ലോ. തന്നെയും പിടിച്ച കൂട്ടുപ്രതിയാക്കും. എനിക്ക് അക്കാര്യത്തിൽ ചളുപ്പമില്ല. നിങ്ങൾക്ക് എന്ത് സാധിക്കും? അധികാരവും അത് നടപ്പിലാക്കാനുള്ള പേനയും കയ്യിലുള്ളപ്പോ സ്വന്തം ലാഭത്തിനും വലിയവരെ പ്രീതിപ്പെടുത്താനും വേണ്ടി നിങ്ങൾ എത്ര കള്ളക്കേസുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്, ശിക്ഷിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പൊ ഈ ചെയ്ത് നിങ്ങളുടെ നാശത്തിനാ, സർവനാശത്തിന്. സൂക്ഷിച്ചോ, ഒരു അസുരജന്മം അവസാനിക്കാതിരുന്നിട്ടില്ല. നിങ്ങളുടെ അന്ത്യം കുറിക്കാൻ എവിടെയോർത്തം ജനിച്ചിട്ടുണ്ട്, ജീവിക്കുന്നുണ്ട്, കരുതിയിരുന്നു. I appear for the prosecution, Your Honor. As a public prosecutor, it is my duty to see that the maximum punishment is given to the accused. But the investigating officer who charge-sheeted this case didn't do it properly. Under these circumstances, I beg this honorable court to stop all the proceedings against the accused in this case. മാസ്റ്റർ പ്രകാരം മോഷണം പോയിട്ടുള്ളത് 1994 മോഡൽ ടി വി, 1994 മോഡൽ VCR, 93 മോഡൽ ഡെക്ക് തുടങ്ങിയവയാണ്. പക്ഷേ തൊണ്ടി സാധനങ്ങൾ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ 94 മോഡൽ ടി വിക്ക് പകരം 84 മോഡൽ ടി വി, അതുപോലെ എല്ലാ തൊണ്ടി സാധനങ്ങളിലും മായം ചേർന്നിരിക്കുന്നു. In this context, I request this honorable court to take necessary action against the investigating officer who is the real culprit. That's all, Your Honor. ഇത്രയും വേണ്ടായിരുന്നു സാർ, അത് ഓപ്പൺ കോട്ടി വെച്ച്. പിന്നെ ഞാൻ എന്നാ പറയണം? എന്നതാ കാക്കിയിട്ട് നിങ്ങളുടെയൊക്കെ വിചാരം? ഒറിജിനലൊക്കെ എന്തോ ചെയ്തു? ഇവിടെ തന്നെ വിധിച്ചോ അതോ പങ്ക് തിരുവനന്തപുരത്ത് എത്തിച്ചോ? എവിടെ ഈ കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത ആള്? വന്നിട്ടില്ല. അയാൾ എന്റെ കൺവെട്ടെന്നെങ്ങാനും കണ്ടാൽ മുഖത്ത് ഞാൻ കാർക്കിച്ചു തുപ്പും. പറഞ്ഞേക്ക്. അയാൾ ഫോണിൽ എന്നോട് പറയുക, ഇതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ് അല്ലേ സാറേ, സാറ് വിഷമിക്കണ്ട, പ്രോസിക്യൂട്ടർക്ക് ഒരു ഷെയർ ഉണ്ടെന്ന്. ഒറിജിനൽ തൊണ്ടി മുഴുവൻ കോടതിയിൽ എത്തിച്ചില്ലെങ്കിൽ കമ്പി എണ്ണിക്കില്ലാത്ത ഞാൻ ഏത് റാങ്കിൽപ്പെട്ട ഓഫീസറായാലും ശരി തന്നെ ഇങ്ങോട്ട് അയച്ചില്ലേ, അവരോട് ഞാൻ പറഞ്ഞ പോലെ തന്നെ പറഞ്ഞേക്ക്. മയപ്പെടുത്തി പറഞ്ഞ് സൂചിപ്പിക്കാനും നിൽക്കണ്ട. അങ്ങനെ പറഞ്ഞാലുണ്ടാകുന്ന കോൺസിക്വൻസ് എന്തായാലും അത് ഞാൻ നോക്കിക്കോളാം, കേട്ടോ? അപ്പോഴേ തൊണ്ടി VCRന് ഇപ്പൊ എന്നാ വില കിട്ടും? 2 എണ്ണം വേണമായിരുന്നല്ലോ. വളരെ മോശമായി പോയി കേട്ടോ. അതെ, ശരിയാക്കി തരാം.
ഗുഡ് ആഫ്റ്റർനൂൺ സർ. യെസ്. ഞാൻ ശാലിനിയാ. അഡ്വക്കേറ്റ് ജോർജ് സാറിന്റെ വീട്ടിൽ വെച്ച് പരിചയപ്പെട്ടു. ഓർക്കുന്നില്ലേ? LIC ഏജന്റ്. LIC മാത്രമല്ല, യൂണിറ്റ് ട്രസ്റ്റ്, നാഷണൽ സേവിങ്സ് എല്ലാം ഉണ്ട്. ഞാൻ അന്നേ പറഞ്ഞില്ലേ, ഐ എം ഓൾറെഡി എ പോളിസി ഹോൾഡർ. എനിക്കറിയാം സർ. പോളിസി നമ്പർ 8256151. സം അഷ്യൂർഡ് 3 lakhs. അതെടുത്തിട്ട് 5-6 വർഷമായില്ലേ? സാർ പ്ലാന്റർ ആണല്ലേ? ലവ്ഡേൽ എസ്റ്റേറ്റ് എന്നല്ലേ പേര്? റബ്ബർ, കാപ്പി, കുരുമുളക് ഒക്കെ ഉണ്ടല്ലേ? ഉണ്ടെങ്കിൽ എസ്റ്റേറ്റിലെ വരുമാനം, ഈ പ്രൊഫഷനിലെ വരുമാനം എല്ലാം കൂടി ഒരു നല്ല തുക സാറിന് ടാക്സ് കൊടുക്കേണ്ടി വരും. നല്ല പോലെ ഒന്ന് സ്കീം ചെയ്താൽ ഒരുപാട് ടാക്സ് സേവ് ചെയ്യാൻ കഴിയും. ഇതൊന്നും കസ്റ്റമറെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ഒരു ഏജന്റ് മെനക്കെടാറില്ല. സാർ ഒരു അല്പസമയം സ്പെയർ ചെയ്തെങ്കിൽ. ഐ എം സോറി, ഇപ്പൊ എനിക്ക് സ്പെയർ ചെയ്യാൻ സമയമില്ല. ഉച്ചയ്ക്ക് ശേഷം വേറെ എൻഗേജ്മെന്റ് ഉണ്ട്. നോ പ്രോബ്ലം സർ, ഞാൻ പിന്നെ വരാം. ഓക്കെ. എനിക്ക് ഈ ഡ്രൈവർ പണിയും ഗുമസ്ത പണിയും വക്കീൽ പണിയും അയ്യോ എന്നെ കൊണ്ട് വയ്യ. ഇതെല്ലാം കൂടി എന്നെ കൊണ്ട് ഒക്കുകയല്ല. ഞാൻ രാജിവെക്കാൻ പോവുക. അതേ ഒറ്റയ്ക്കൊന്ന് നടത്തുപോട്ടെ, അപ്പൊ വിവരം അറിയും. ആ സാർ പോളിസി എടുത്തിട്ടുണ്ടോ? അയ്യോ ഞാൻ ഇതുവരെ എടുത്തിട്ടില്ല. എടുക്കണം സാർ. വലിയ എമൗണ്ട് ഒന്നും വേണ്ട. എന്തോന്ന്? LIC പോളിസി. ഓ ടേക്ക് ഇറ്റ് ഈസി പോളിസി. അയ്യോ അത് ഞാൻ എടുക്കുകയല്ല. ആ വീട്ടിൽ ആരാ സാർ താമസിക്കുന്നത്? കപ്ലിങ്സ്. ആര്? ഭാര്യ ഭർത്താക്കന്മാർ. അവരെ ഒന്ന് പരിചയപ്പെടുത്തി തരാവോ? എന്തിനാ? LIC പോളിസി എടുപ്പിക്കാൻ. ഈ ജന്മത്ത് അവർ പോളിസി എടുക്കുന്ന പ്രശ്നമില്ല. അതെന്താ? അവർക്ക് LIC ഓഫീസിലാ ജോലി. അയ്യോ ചമ്മി ചമ്മി ചമ്മി. രാത്രി കഴിക്കാൻ എന്നാ വേണം? കുതിരമുട്ട കൊണ്ട് ഓംലെറ്റ് ഉണ്ടാക്കി വെച്ചേക്ക്. കളിയാക്കാതെ ഞാൻ കുഞ്ഞ്. ഞാൻ എന്നാ അഭിപ്രായം പറയാനാ? ഞാൻ എന്നാ പറഞ്ഞാലും ദീനാമ കിട്ടുള്ളല്ലേ ഉണ്ടാക്കുള്ളൂ. ദീനാമയുടെ ഇഷ്ടമാണ് എന്റെ ഇഷ്ടം. പോരെ? കോടതി കൊണ്ട് വിട്ടേച്ച് കുട്ടനോട് ജലദോഷത്തിനുള്ള മരുന്ന് വാങ്ങിച്ചോണ്ട് തരാൻ പറയാം. കാലിലൊന്ന് ഇണങ്ങി വന്നതായിരുന്നു. എന്നതാ എന്റെ മാണിക്കുഞ്ഞെ, ഒരു പുതിയ ചെരുപ്പ് മേടിര്, കാശ് ഇച്ചിരി മുടക്ക്. ഇത് ഇന്നാളല്ലയോ എന്നമ്മേ മേടിച്ചത്? 2 വർഷം പോലും ആയിട്ടില്ല. എനിക്ക് ഈ മാസത്തെ ശമ്പളം തരണ്ട. എന്നാലേലും ഒരു പുതിയ ചെരുപ്പ് മേടിര്. നിങ്ങളുടെ ശമ്പളം നിങ്ങൾക്കുള്ളതാ. എനിക്ക് ചെരുപ്പ് മേടിക്കാനുള്ള കാശേ എന്റെ കയ്യിലുണ്ട്. നിങ്ങൾ ആ ബാഗ് തന്നെ. അനിയും കുഞ്ഞു വിളിക്കുമ്പോഴേ അന്നമ്മയുടെ മനസ്സിൽ വേണ്ടാത്ത വിചാരങ്ങളൊന്നും തോന്നരുത്. എന്നാ തോന്നിയാസായി പറയുന്നേ? തോന്നിയാസമല്ല, അവൻ ടൗണിൽ നിന്ന് STDയാ വിളിക്കുന്നേ. ഫോൺ കയ്യിലെടുക്കുമ്പോ അന്നമ്മയ്ക്ക് തോന്നും കൂടെ പിറന്നവളോടൊന്ന് സംസാരിക്കണമെന്ന്. ഉറക്കത്തിൽ പോലും വായടയ്ക്കാത്ത പെണ്ണുങ്ങളാ രണ്ടും. അതുകൊണ്ട് അവൻ വിളിച്ച മാണിക്കുഞ്ഞ് കൂടെ പുറപ്പെട്ടിട്ടുണ്ട് എന്ന് മാത്രം പറയാ, ഫോൺ വെക്കുക. വെറുതെ എനിക്ക് ഉണ്ടാക്കി വെക്കുന്ന പോലെ പാഴ് ചെലവ് അവൻ ഉണ്ടാക്കി വെക്കല്ല എന്റെ അന്നമ്മേ. ഞാൻ പോയേച്ചും വരട്ടെ. ഈ കൊച്ചൻ ഇത് എന്നാത്തിനാ ഇങ്ങനെ സമ്പാദിച്ചു കൂട്ടുന്നേ? വർക്കേ വണ്ടി ഇറക്കിയോടാവേ? ഇറക്കിയേ. ഏത് വണ്ടിയാ? പെട്രോൾ ആണ്. എന്നതാ ഡീസൽ ഓടിച്ചാൽ എനിക്ക് നെഞ്ചോമ്പര് വരും. ഇല്ലേ, ഡീസൽ മതി. താൻ എന്നെ സ്റ്റാൻഡ് വിട്ടേച്ചും പോരെ, ഞാൻ ബസ്സേ പൊക്കോളാം. അത് പ്രത്യേകിച്ച് പറയണോ? സാറ് കയറിയ നമ്മുടെ വണ്ടി ബസ് സ്റ്റാൻഡ് വരെയല്ലേ പോകത്തുള്ളൂ. ഒരു ലോങ് ട്രിപ്പിന് വേണ്ടി എന്റെ കൈ ചുമ്മാ ഇരുന്ന് ശമ്പളം വേണ്ടി മേടിക്കുന്നുണ്ടാ കൈ ധരിക്കുന്നേ. താൻ പെട്രോൾ കയറ്റിട്ട് ഡീസൽ ഇറക്കണോ? ഓ പാഴ് ചെലവിന് ഓരോ ഇനങ്ങള്. മാണിക്കുഞ്ഞേ, എന്തുവാ? എന്റെ കഷായം തീർന്നിരിക്കുക. തിരിച്ചു വരുമ്പോ അതുകൂടെ വാങ്ങിച്ചോണേ. വാങ്ങിച്ചോണ്ട് വരാവേ. നിങ്ങൾ അടുക്കളയിലോട്ട് ചെന്നേ. തുറന്നിട്ടച്ച് വന്നേക്കോല്ലോ ഗ്യാസ്. ചെന്ന് അടക്കേ. 110 രൂപയും കൈക്കൂലിവാ. അട്ടയും മുട്ടും ഇട്ടോണ്ട് നിൽക്കുവാ വേറൊരു വാഴിച്ചെലവ്. എന്റെ കർത്താവേ. എങ്ങോട്ടാ യാത്ര? ഞാൻ അനിയൻ കുഞ്ഞിന്റെ വീട് വരുന്നു പോവാ. അനിയൻ കുഞ്ഞിന്റെ കാര്യത്തിനാണ് ഞങ്ങളും വന്നേ. അറിയത്തില്ലയോ? റോയ് മാത്യു, സൂസന്റെ അപ്പച്ചനാ മാണിക്കുഞ്ഞ്. അപ്പോഴേ എന്താ രണ്ടുപേരും കൂടി അങ്ങോട്ടൊന്ന് വരുന്നേ സൂസനെ പെണ്ണ് കാണാൻ? ഈ ഞായറാഴ്ചയാണെങ്കിൽ സൗകര്യമായി. ഞാൻ അവനോടൊന്ന് ചോദിക്കാതെ എന്തുവാ പറയുന്നേ. ഏതായാലും ഞാൻ അവിടെ വരുന്നത് പോയേച്ചു വരട്ടെ. ഓക്കെ. റോയ് മാത്യു അമേരിക്കയിൽ എവിടാ? ഫ്ലോറിഡ. അത് അമേരിക്കയിൽ എവിടെയായിട്ട് വരുമേ? മാണിക്കുഞ്ഞിന് അമേരിക്കയിലെ സ്ഥലങ്ങളൊക്കെ അറിയാവോ? പിന്നില്ലയോ, ഞാൻ ഭൂപടത്തിൽ കണ്ടിട്ടുണ്ട്. വീട്ടിലോട്ട് കയറുന്നില്ലല്ലോ. സ്റ്റാൻഡ് വഴിക്കാന്നോ? എന്നെ കൂടെ കൊടുത്ത് വിട്ടേരെ. ഞാൻ വെറുതെ എന്തിനാ എന്റെ വണ്ടി എടുക്കുന്നേ? വർഗേ, നീ നമ്മുടെ വണ്ടി ഷെഡിലോട്ട് ഇട്ടോ. വെറുതെ എന്നാത്തിനാ പാഴ്ചെലവ്? ഇപ്പൊ പഴയതുപോലൊന്നും അല്ല എന്റെ സാറേ. പിരിവൊക്കെ ഓഫീസർമാർ നേരിട്ട് തന്നെ. രൂപക്കെട്ട ഐജിമാര് തന്നെ. പിന്നെ ബാക്കി താഴോട്ടുള്ള ഓഫീസർമാരുടെ എണ്ണം പറയണോ? പിന്നെ ഒന്നും പിരിയാഞ്ഞിട്ടല്ലേ 2 ടൂറിസ്റ്റ് ടാക്സി വാങ്ങിച്ചിട്ടിരിക്കുന്നേ.
കള്ള പോലീസ്. അത് സാറേ ഇയാളുടെ ഭാര്യയുടെ മിടുക്കൊണ്ട. ആഹാ, ഏ? അയ്യോ അതല്ല സാറേ, ആ. ഇയാളുടെ ഭാര്യക്ക് ആർടി ഓഫീസിലാ ജോലി. ഓഹോ, അപ്പൊ ഇവിടെ ഇച്ചിരി കുറഞ്ഞാലും അവിടെ അഡ്ജസ്റ്റ് ചെയ്യുമല്ലേ? കൊച്ചു കള്ളാ. ആ, അതേ, ഇന്നലെ രാത്രി പ്രമാദമായ ഒരു കേസിന്റെ കാര്യം ഞങ്ങൾ ചർച്ച ചെയ്തതാണ്. കോടതി പറയേണ്ട എല്ലാ പോയിന്റ്സും ഞാൻ പറഞ്ഞു കൊടുത്തതാണ്. ഒന്നും തലേ കയറിയില്ല എന്ന് വെച്ചാൽ എന്നാ ചെയ്യാൻ പറ്റും? ഞാനിപ്പോ വരാം കേട്ടോ. അതല്ലേ നല്ലത്. ആ, അതാണ്. ഇവിടെ 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 ഈ സ്പീഡിലാണോ ചേട്ടാ എന്നും വണ്ടി ഓടിക്കുന്നേ? അധികാലം ഓടിക്കേണ്ടി വരത്തില്ല കേട്ടോ. ഓ, 9 രൂപ 60 പൈസ. എന്റെ കർത്താവേ. 40 പൈസ ബാക്കി എന്നേ. 40 പൈസയോ? അതെ, 40. സാറേ, പെട്രോളിന് വില കൂടിയ കാലത്ത് ബാക്കിയൊന്നും ആരും കൊടുക്കാറില്ല. ബാക്കിയൊന്നും ആരും കൊടുക്കാറില്ലായിരിക്കും, പക്ഷെ ഞാൻ കൊടുപ്പിപ്പിക്കും. ഇളഞ്ഞ എന്നേ. ഇതാ 50 പൈസ. സാറിന്റെ ബാക്കി 40 പൈസ. എന്റെ വക 10 പൈസ. അതെ, തന്റെ വക 10 പൈസ തന്റെ ഇരിക്കട്ടെ, എന്റെ വക 40 പൈസ എന്റെ ഇരിക്കട്ടെ. ഓ, അവിടെ ലൂവാ താഴെ ദാ ഇവിടെ. ഇന്ന് സ്റ്റാർട്ടാകല്ലടാവേ, മനുഷ്യരുടെ പ്രാക്ക. 70, 2 രൂപ 70 പോകെ 1 രൂപ 30 പൈസ. അനികുഞ്ഞെ, അനികുഞ്ഞ് കോടതി പോകുന്നില്ലയോ? ഒരു 10-15 മിനിറ്റ് ആകുമ്പോൾ പോകുന്നതിന് മുന്നേ എനിക്കൊരു അത്യാവശ്യ കാര്യം പറയാനുണ്ടായിരുന്നു. തന്നെ അങ്ങോട്ടൊന്നും കാണാനില്ലടോവേ. ഞാനിപ്പോ അങ്ങോട്ടൊന്നും വരാറില്ല, അതുകൊണ്ടായിരിക്കും. അല്ല, സമയം കിട്ടാറില്ല, അതുകൊണ്ട്. അനികുഞ്ഞെ പറഞ്ഞ പോലെ. നീ എന്നെ അടുക്കുമായിരുന്നു രാവുവേ. ചേട്ടൻ വന്ന വിവരം നേരത്തെ പറയായിരുന്നു എന്നെ. ചേട്ടൻ സാർ വന്നത് അനിയൻ സാർ കണ്ടതിന് ശേഷമാണ് ഞാൻ കണ്ടത്. അപ്പോഴത്തേക്കും ചേട്ടൻ സാർ അങ്ങ് പോയി. ആ കോഫി പസക്കാരുടെ കേസ് എന്നാ വെച്ചിരിക്കുന്നത്? 26, 25, 24, 23. അല്ല, സാർ ഓർത്തോളാന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഓർത്തില്ല, മറന്നുപോയി. മറവിക്ക് നല്ലൊരു മരുന്നുണ്ട്. എന്താണ്? കുറച്ചുനാള് വീട്ടിൽ പോയി നിന്നാ മതി. നല്ല കാര്യമാ സാർ. നീ ഒന്നും ഉണ്ടായിരുന്നല്ല. അങ്ങനെ ഡോക്ടർ സൂസന്റെ അപ്പച്ചനും അമ്മച്ചും അമേരിക്കയിൽ നിന്ന് എത്തിയിട്ടുണ്ട്. തിരിച്ചു പോണതിന് മുൻപ് സൂസന്റെ കെട്ട് കിടത്തണോ നിർബന്ധം. പിന്നെ നിർബന്ധമാണെങ്കിൽ തീർച്ചയായിട്ടും നടത്തി കൊടുക്കണം. ഇന്ന് സൂസന്റെ അമ്മാച്ചൻ ഇട്ടിച്ചൻ വീട്ടിൽ വന്നിരുന്നു. ആന്നോ? വരട്ടെ, നല്ല കാര്യം. കാപ്പിയാ കൊടുത്തിട്ടാണോ വിട്ടത്? എനിക്ക് ചൊറിഞ്ഞു വരുന്നു കേട്ടോ. എവിടാ ചൊറിയുന്നത്? ഞാൻ ചൊറിഞ്ഞു തരാം. ഒരു കാര്യം പറയുമ്പോഴാണ് ഇങ്ങനെ ചൂടാകാതെ ചേട്ടായി. ഇരിക്കേ, നമുക്ക് സമാധാനം ഉണ്ടാക്കാം. ഇരിക്കും മാണിക്കുഞ്ഞ്. ഇതെന്നാ സ്വഭാവം മാനിയം കുഞ്ഞ്? ഒരാള് ഗൗരവത്തിൽ ഒരു കാര്യം പറയുമ്പോ ഒരു വക തമാശ കളിക്കുക. ആർക്കായാലും ദേഷ്യം വരികയല്ലേ? പറ, അമ്മാച്ചൻ എന്നാ പറഞ്ഞു? അമ്മാച്ചൻ ഒന്നും പറഞ്ഞില്ല. പറ ചേട്ടായി, എന്നാ പറഞ്ഞു? ഞായറാഴ്ച നമ്മൾ അങ്ങോട്ട് പെണ്ണ് കാണാൻ ചെല്ലണമെന്ന്. അല്ല, മാണിക്കുഞ്ഞിനും വേണ്ടായോ ഒരാലോചന? ചേട്ടൻ നിൽക്കുമ്പോ അനിയൻ. അതാ ഞാൻ കിടന്ന് ഉഴപ്പുന്നേ. അല്ലാതെ കാണാനും കെട്ടാനും ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല. ചേട്ടൻ നിൽക്കുമ്പോ ഞാൻ കയറി കെട്ടിയ നാട്ടുകാർ പറയും ഓവർടേക്ക് ചെയ്തെന്ന്. അത് പറഞ്ഞാൽ മാണിക്കുഞ്ഞിന് മനസ്സിലാകത്തൂല്ല, സമ്മതിക്കത്തൂല്ല. നമ്മൾ തമ്മിൽ ഇക്കാര്യത്തെ കുറിച്ച് തർക്കിച്ചൊരു ധാരണ എത്തിയിട്ടുള്ളതാ. ആദ്യം ആർക്ക് ആലോചന വരുന്നോ അത് നടത്തും. ഇപ്പൊ വന്നിട്ടുള്ള നിനക്കാ, മനസ്സിലായോ? എവിടെ? അപ്പഴേ ഞായറാഴ്ചത്തെ കാര്യം ഒരു തീരുമാനം പറയാതെ പോയാൽ എങ്ങനാ? അതൊക്കെ ചേട്ടാ ഇങ്ങ് തീരുമാനിച്ചോണ്ടാ മതി. ഇങ്ങനെ പറഞ്ഞേച്ചു പോയാൽ എന്നാ അർത്ഥം? വരുമെന്ന് തന്നെ. എന്നാത്തിനാ? പെണ്ണ് കാണാൻ. മാണിക്കുഞ്ഞ്, അവിടെ അന്നാമ്മയ്ക്ക് വിശേഷമൊന്നും ഇല്ലല്ലോ? ഒരു വിശേഷവും ഇല്ല, നല്ല സുഖമാ. ദീനാമേ, നിങ്ങളുടെ പേരായിരുന്നു അവർക്ക് ഇടേണ്ടിയിരുന്നേ. അതെന്നാ? എന്നും ദീനമാന്നേ. അവള് കുഞ്ഞുനാളിലെ സൂക്കേടുകാരിയാ, ഒത്തിരി കാശും ചെലവാക്കിയത്. ആ ഓർമ്മയ്ക്കായിരിക്കും എന്റെ കാശ് ചെലവാക്കുന്ന. ഇപ്പോ വീട്ടുകാര്യങ്ങൾക്കൊക്കെ ഒന്ന് പിടിച്ച് ചെലവാക്കാൻ പറയണം കൂടപ്പുറപ്പിനോട്. എന്നെ മുടിഞ്ഞ പാഴ് ചെലവാന്നേ.